എനിക്ക് പട്ടീനെ പൂച്ചേനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വെറ്ററിനറി സയൻസ് പഠിക്കണം ഇങ്ങനെ പറയുന്നവരുണ്ട്. ഈ ഡയലോഗ് നിങ്ങൾ പറയൂ കേട്ടോ. കാരണം വെറ്ററിനറി സയൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ മൃഗങ്ങളോട് ഇഷ്ടം മാത്രം ഉണ്ടായാൽ പോരാ. ആ സബ്ജക്ട് ശരിക്കും പഠിച്ചെടുക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് കൂടി നിങ്ങൾക്ക് വേണം. നമ്മൾ MBBS പഠിക്കുമ്പോൾ എങ്ങനെയാണോ അനാറ്റമി പഠിക്കുക, അതുപോലെ തന്നെ വെറ്ററിനറി പഠിക്കുമ്പോഴത്തേനും നമ്മൾ അനാറ്റമി പഠിക്കണ്ടേ. പക്ഷെ ആ അനാറ്റമിയിൽ എന്തോരം കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹ്യൂമൻ അനാറ്റമി പോലെയാണോ ആനിമൽ അനാറ്റമി എന്ന് പറയുന്നത്? എന്തോരം ടൈപ്പ് ഓഫ് മൃഗങ്ങളുണ്ട്. അതിന്റെയൊക്കെ അനാറ്റമി പഠിക്കുമ്പോൾ എന്തെല്ലാം പേപ്പറുകൾ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഇതെല്ലാം ആലോചിച്ച് നോക്കാം. ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെറ്ററിനറി സയൻസിന് പോകും. വെറ്ററിനറി സയൻസിന് നമുക്ക് കേരളത്തിൽ രണ്ട് കോളേജുകൾ, തൃശ്ശൂരിലും ഒന്ന് വയനാട്. ഇത് രണ്ടും ഗവൺമെന്റ് മേഖലയിൽപ്പെട്ട കോളേജുകളാണ്. നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കോളേജുകളുണ്ട്, പക്ഷെ പ്രൈവറ്റ് കോളേജുകൾ നമുക്കില്ല. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന സ്ഥലങ്ങൾ ഒഡീഷയിലെ വെറ്ററിനറി കോളേജുണ്ട്, അത് പ്രൈവറ്റ് ആണ്. രാജസ്ഥാനിലെ പ്രൈവറ്റ് കോളേജുകളുണ്ട്. അല്ലാതെ നമ്മൾ ഈ MBBS പോലെ ഇന്ത്യയിലുടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി പ്രൈവറ്റ് വെറ്ററിനറി കോളേജുകൾ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അത്രയും താല്പര്യമാണ്, ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള മാർക്ക് ഇല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഇഷ്ടമുള്ളവർ ആലോചിച്ച് പ്രൊസീഡ് ചെയ്യാം. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.